ഓ മാൻ, ഇതുപോലെ ഇത് കിട്ടുന്ന ഞാൻ പ്രതീക്ഷയില്ല. കിടിലോ, ഒറ്റ ഒരാളില്ല. നോക്കി, ഇതാണ് പ്ലേസ്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മളെ മിരിസേല ഡേ സ്റ്റാർട്ട് ആവുകയാണ്. രാവിലെ പുറങ്ങി എനിക്ക് ജസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 6:30 അവിടെ പോർട്ടിലെത്തണം എന്ന് പറഞ്ഞാണ്. 7 മണി ഞാൻ അവിടെ പുറപ്പെടുള്ളൂ. അതങ്ങനെ ഒരു മഴ പെയ്യാൻ പോകുന്നുണ്ട്. ഈ ക്ലൈമറ്റിൽ ഇവർ എങ്ങനെയാണ് ബോട്ട് എടുത്ത് പോകുന്നത് എന്താ അറിയില്ല. ഇതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വെയിൽ വാച്ചിങ്. ഇവിടെ ഒരുപാട് ടൂറിസം ക്ലബ്സ് ഉണ്ട് കേട്ടോ ഇത് ചെയ്യുന്നത്. ശരിക്കും ഇത് ഓഫ് സീസൺ ആണ്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഫിൻ വെയിൽ എന്ന് പറഞ്ഞിട്ട് ചെറിയ വെയിലാണ് ഇപ്പൊ അധികം കാണാൻ പറ്റുള്ളൂ, മെയിൻ ഇതല്ലാത്തതുകൊണ്ട്. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ്. ഇവർ നമ്മുടെ അടുത്ത് 60-നാണ്, പിന്നെ 40-ന് ഓഫർ ആയിട്ട് തരാണെന്ന് പറഞ്ഞു. എല്ലാവരും 60 പറഞ്ഞു, പക്ഷെ 40-നും 35-നൊക്കെ ശരിക്കും കിട്ടാനുണ്ട്. പക്ഷെ ബോട്ടിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ ചെറിയ ബോട്ടായിരിക്കും പോകുന്നത്. അത് നമുക്ക് അത്ര ഉള്ളോട്ട് പോകാനും പറ്റില്ല, കംഫർട്ടബിൾ ആയിരിക്കില്ല. കാരണം ഈ ഡോൾഫിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുലുങ്ങും ശരിക്കും. ഇതിൻ്റെ അടുത്ത് വന്നിട്ട് അടിക്കാൻ തുടങ്ങും. അപ്പോൾ വലിയ ബോട്ടാണെന്നാണ് ഈ പ്രൈസ്. 12,000 ആകുമ്പോൾ ഏകദേശം നമ്മൾ 160 dirhamsന് എടുത്തത്. അതുകൊണ്ടാണ് എടുത്തത്. ഓക്കെ, ഇതാണ് ബോട്ടിന്റെ ഡെക്ക്. നമ്മള് മൂവ് ചെയ്തു. ഓൾമോസ്റ്റ് 6:45 തന്നെ മൂവ് ചെയ്തു. അത്യാവശ്യം ആൾക്കാരുണ്ട് ബോട്ടിനകത്ത്. Kind of ocean safari never know where is there, and we have to explore and find them. It will take a time, normally 3 to 4 hours. Into that time, if we are lucky, we can see the whales and dolphin. So if you want motion sickness tablet, you can took it right now on the $1 in right side is our entrance. $1 dolphin. Look at the discover boat. You are interested to see them next to you. Number guide. At 12 o'clock is our the block to 2 o'clock. To the right side. To the left side 11, 10 and 9. Right now about 9 o'clock we can see. Oh there. Where in the boat? Yes. Oh there. Dolphin, wow. Sorry. Boat. Right now also they are searching. They are very smart animal, very intelligent. They have ability to do the echolocation. And sometimes they are all the time they are communicating. They are using log. Very nicely. After some time, the other boat coming disturbing. It's One low hole is there. That's the mark. Oh, very closely on 7 o'clock, 10 o'clock. Right now we can see all the details, all the characteristics of the spinner dolphin. Please look closely how they are breathing. After it comes to the surface, they blow holes. ഡോൾഫിൻ ഉണ്ട്. പിങ്കലത്തെ കാണാൻ വേണ്ടിട്ടുള്ള ഒരുപാട് ഡോൾഫിൻ ഉണ്ട്. ഷീസും ഉണ്ടെന്നാണ്. ഇവിടുത്തെ ബനാന ഉണ്ടോ? ചെറിയ ബനാന കൂട്ടി വായിച്ചോ. എന്നാ നമുക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നില്ല. തിമിംഗലം കാണാൻ പറ്റിയിട്ടില്ല. ഓൾമോസ്റ്റ് 9 മണി, 1 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പുറത്തൊക്കെ കണ്ടോ, അതൊക്കെ ബോട്ടുകൾ മുമ്പിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഇവര് എന്തെങ്കിലും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവരും കൂടെ വിളിക്കുന്ന പറഞ്ഞത്. ഭയങ്കര രസമുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇപ്പൊ ഒരു കാം, നമ്മുടെ തുടക്കത്തിൽ ഭയങ്കര വിൻഡായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല കാം അറ്റ്മോസ്ഫിയറിലാണ് ഉള്ളത്.
കുറെ ആൾക്കാരൊക്കെ ഉറക്കത്തില് വീണ് കഴിഞ്ഞു. ഇങ്ങനെ പിടിച്ചേക്കാണ് ചെറിയ ഫുഡ് കഴിച്ചിട്ട് ഈ ഓവറതാക്കില്ല, സിക്നസ് ഉള്ളതാണ്. അപ്പൊ അതിന്റെ ടാബ്ലറ്റ് കാര്യം തന്നെ എടുത്തു. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഹോപ്പ്ഫുള്ളി സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഡോക്ടറെ നമ്മളിങ്ങനെ താഴെ എടുക്കുന്ന കണ്ടു. ടിപ്പിക്കല നമുക്ക് മേളത്തൊക്കെ പോയിട്ട് കാണാം. ഒന്നോ രണ്ടൊക്കെ സ്പോട്ട് ചെയ്ത് കിട്ടിയ ഭാഗ്യായി. സോ ഡിസപ്പോയിന്റഡ്. അല്ലായിരുന്നു തല കാണുന്നത് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ ഇന്നലെ ഞാൻ കണ്ടിരുന്നു പറഞ്ഞു. ആകെ ഡോൾഫിനെ കാണാൻ പറ്റുന്നുള്ളതേ ഉള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ് കാണാൻ പറ്റും എല്ലാ സമയത്ത് പോകുമ്പോഴും. ചില സമയത്ത് പെട്ടെന്ന് കാണാൻ പറ്റും, ചില സമയത്ത് കുറെ വെയിറ്റ് ചെയ്യണം. നിങ്ങളെ കണ്ടില്ല, കിട്ടിയ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ശരിക്കും നല്ല ആൾക്കാരാണ്. എന്താ പറയാ, അവർക്ക് ഞാൻ വ്ളോഗെല്ലാം ചെയ്യുന്നോണ്ട് എന്താ പറയാ, ഈ വെയിൽ വാച്ചിങ് കാണാൻ പറ്റാത്തതുകൊണ്ട് അവരിപ്പോ രണ്ടാമത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ എന്റെ കൂടെ ഒന്നുകൂടി വരാം, നിങ്ങൾ ഗവൺമെന്റ് ടാക്സ് മാത്രം തന്നാൽ മതി, വേറെ ഒന്നും തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. കാരണം നമുക്ക് കാണാൻ പറ്റാത്തതിന്റെ ഒരു ഡെസ്പ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് നാളെ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് എന്തായാലും തിരിച്ചു പോകണം. നമുക്ക് കൊളംബോ അത്ര നാളെ ഉച്ചക്ക് ഫ്ലൈറ്റുകളാണ്. ഏതാണ് ബെസ്റ്റ് ടൈം ചോദിച്ചാൽ അവർ പറയുന്നത് അങ്ങനെ ഒരു ബെസ്റ്റ് ടൈം ഇല്ല. ചില ദിവസം കാണാൻ പറ്റും, ചില ദിവസം കാണാൻ പറ്റില്ല. 2 ദിവസം മുമ്പ് അവർക്ക് 3 എണ്ണത്തിനെ കാണാൻ പറ്റിയിരുന്നു പറഞ്ഞു. കുറെ ഡോൾഫിനെ കാണാൻ പറ്റും. ഡോൾഫിൻ അടിപൊളിയായിരുന്നു. പക്ഷെ പറഞ്ഞു ഡോൾഫിനൊക്കെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാമറ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഒറ്റക്കാണ്. കയ്യിൽ ഗോപ്രോ ഉണ്ട്, അല്ല ഈ ആക്ഷൻ 4 ഉണ്ട്, ഒരു കയ്യിൽ ഐഫോണും ഉണ്ട്. പിന്നെ ബാലൻസ് നിൽക്കാൻ വേണം. പരമാവധി കിട്ടുന്ന ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് മിരിസയിൽ വന്നാൽ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഹായ്സ്, നമ്മള് ഹോസ്റ്റലിന് 2ാമത്തെ റൗണ്ടിന് വേണ്ടി ഇറങ്ങാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇന്നലെ രാത്രിയായിരുന്നു കാണിച്ചിരുന്ന ഹോസ്റ്റൽ. ഇതാ ഈ കാണുന്ന ഹോസ്റ്റലിന്റെ ഉള്ളിലായിരുന്നു നമ്മുടെ റൂം ഉണ്ടായിരുന്നത്. സോ ഇവർക്കും വെയിൽ വാച്ചിങ് പരിപാടികളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് 1-2 സ്ഥലങ്ങളും കൂടി ഉണ്ട്, അതൊക്കെ ഒന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ചു. മെയിനായിട്ട് ബീച്ച് കാര്യങ്ങളാണ്. ഈവനിങ് ആണ് ബെസ്റ്റ് ആയിട്ട് പോകാനൊക്കെ പറ്റിയത്. പക്ഷെ എന്താ പറയാ, നമുക്ക് ടൈമൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ വെറുതെ കളയുന്നില്ല. നമ്മളിപ്പോ രാവിലെ തന്നെ ഇറങ്ങാണ്. ഇതാണ് മെരീസ ബീച്ച്. നമ്മളെ കിട്ടില്ല ബീച്ച് കേട്ടോ. നമ്മളെ ഫിലിപ്പീൻസിലൊക്കെ കാണുന്ന പോലത്തെ തന്നെ സാധനം. വേറെ എന്ത് നമ്മളവിടെ നമ്മുടെ നാടൊരു കമ്പയർ ചെയ്താൽ ഈ ഒരു ബീച്ച് മാത്രമേ കിട്ടാത്ത ഈ ഒരു കളറ് സാധനം നമ്മളവിടെ ഉണ്ടാവില്ല. അതാണ് പാരറ്റ് റോക്ക്. എന്നെ മേലെ കയറാനുള്ള വ്യൂ കാണാന്നാ പറഞ്ഞേ. അങ്ങോട്ടേക്ക് നടപ്പാതുണ്ടോ നോക്കട്ടെ. ഒരുപാടുണ്ട് കേട്ടോ. അതന്നെ ശരിക്കും തന്നെയാണ് മെരീസ ബീച്ച് എന്ന് പറയുന്നത്. ഈ ഒരു വൈഡ് സാധനം തന്നെയാണ്. കുറെ അങ്ങോട്ടുണ്ട്. നമ്മളെ ഹോസ്റ്റലൊക്കെ നേരെ അതിന്റെ ഫ്രണ്ടിലാണ്. ഹോസ്റ്റലിൽ നേരെ ഇറങ്ങിയാൽ ബീച്ചിലേക്കാണ്. ഇതാണ് പാരറ്റ് റോക്ക്, മെരീസ ബീച്ച്. ഇവിടുന്ന് എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ അങ്ങോട്ട് കയറാൻ പറ്റില്ല, ചെറിയ ആയേ ഉള്ളൂ. ബട്ട് നമ്മളിപ്പം ഇറങ്ങാനുള്ള സെറ്റപ്പിലല്ല വന്നത്, അതുകൊണ്ട് തിരിച്ചു പോവാൻ. പെട്ടെന്ന് ഇതുവരെ വെയിലായിരുന്നു, ഒറ്റയടിക്ക് മഴ പെയ്തട്ടാ. ഒരു രക്ഷ എല്ലാവരും ഇറങ്ങി ഓടുന്നത്. ആരോ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവിടുന്നും ഇല്ലാത്തൊരു മഴ, മൊത്തം ആൾക്കാർ ഇറങ്ങിപ്പോയി. സോ വിൽ ഗെറ്റ് ഇറ്റ് ഫ്രീ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മെരീസാന്ന് അടിച്ചപ്പം തന്നെ ഈ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് തന്നെ. കിടിലം പ്ലേസാണ്. ഓ മാൻ, ഇതുപോലെ കിട്ടുന്ന ഞാൻ പ്രതീക്ഷയില്ല. കിടിലോ, ഒറ്റ ഒരാളില്ല. നോക്കി, ഇതാണ് പ്ലേസ്. ഒരു രക്ഷയില്ല, കിട്ടില്ല സ്ഥലം. അതിന്റെ കൂടെ മയം കൂടി പെയ്തപ്പോണ്ടല്ലോ നിരീസല് വന്നത് മുതലായി. ആ വെയിൽ വാച്ചിങ് കിട്ടിയില്ലെങ്കിൽ എന്താ ഇതിങ്ങനെ കിട്ടുന്ന കഴിക്കാൻ പ്രതീക്ഷിച്ചില്ല. അത്രയും ടൂറിസ്റ്റ് വരുന്ന സ്പോട്ടാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അന്നേരം മഴ പെയ്തപ്പോൾ എല്ലാവരും പോയി. കറക്റ്റ് ആവുമ്പോൾ എനിക്ക് നല്ല ക്ലോസിൽ സാധനം കിട്ടി. എനിക്ക് തോന്നുന്നു ഇന്നിവിടെ മഴ ആയിരിക്കും. അവിടെ ദിവസങ്ങളോളം മഴ തന്നെയാണ്. രാവിലെ നമ്മളെ പായലിന് വെയിൽ വാച്ചിങ് പോയപ്പോൾ ഉണ്ടായില്ല എന്നുള്ളൂ. ഇനിയിപ്പോ നമ്മള് പെട്ടെന്ന് ഗോൾഡിലേക്ക് വിടുന്നതാണ് നല്ലത്. കാരണം എവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല, റഫ് വെതറായി മാറിക്കഴിഞ്ഞു. സോ അതുകൊണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോവാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ മഴത്തൊന്നും പാടില്ല. ഇപ്പൊ വരുന്ന ആളെ ജനം നോക്ക്, ഫുൾ ജനം കേട്ടോ, ഒരു രക്ഷയില്ല. എന്റെ അമ്മ, ആ കാണുന്നതാണ് എത്ര ജനം വന്ന് നോക്കിപ്പോ. ഷെഡിലായില്ല മൊത്തം, സെറ്റുമ്പോ സെറ്റായി. അതാണ് നമ്മൾ പോയ സ്ഥലം കേട്ടോ. ഇത് ബീച്ച് കൂടെ തന്നെ നടന്നു ഇവിടെ എത്തുകയും ചെയ്യാം. ഗോളിലേക്ക് പോയിക്കോട്ടെ. ഗോളിലേക്ക് ബസ്സിന് 170 ആണ് വാങ്ങിച്ചത്. പക്ഷേ ഇവിടുന്ന് പിടിക്കുന്നുള്ളൂ, കുറച്ച് കൂടുതലാണ് ശരിക്കും. ബാക്കി ഗോളിലെത്തിരി നോക്കാം. ഗോളിലെത്തിരി ഗോൾഡ് ഫോർട്ട് ഉണ്ട്. ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്.
ലോക്കൽ പ്രൈവറ്റ് ബസ് ആട്ടോ.